ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിയോഗ വാർത്തയിലേക്കാണ് ഇനി. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവും KPCCയുടെ മുൻ പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് അന്തരിച്ചത്. 95-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് അന്തരിച്ചത്. 95-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, അന്ത്യം എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയാണ് അന്തരിച്ചത്. 95-ാം വയസ്സിലാണ് അന്ത്യം സംഭവിക്കുന്നത്. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ്. അടൂരിൽ നിന്ന് 2 തവണ നിയമസഭയിൽ മത്സരിച്ച വ്യക്തിയാണ്. 3 തവണ രാജ്യസഭാംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KPCCയുടെ മുൻ പ്രസിഡന്റുമായിരുന്നു അന്തരിച്ച തെന്നല ബാലകൃഷ്ണപിള്ള. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, വിടവാങ്ങിയത് കോൺഗ്രസിന്റെ ഇക്കാലത്തെ മുതിർന്ന നേതാവാണ്. 95-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നഷ്ടം. ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനപ്പുറത്തേക്ക് ലാളിത്യത്തിന്റെ ഒരു മുഖം കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസിനെ സംബന്ധിച്ച്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു. 95-ാം വയസ്സിലാണ് വാർദ്ധക്യസഹിതമായ അസുഖങ്ങളെ തുടർന്നുള്ള തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നമുക്കറിയാം KPCC പ്രസിഡന്റായിരുന്നു 2004 മുതൽ 2005 വരെ. അതിനു മുൻപ് 1998 മുതൽ 2001 വരെയും KPCCയുടെ അധ്യക്ഷനായി ചുമതല വഹിച്ചിരുന്നു. പിന്നീട് കെ മുരളീധരൻ KPCC പ്രസിഡന്റായി 2005-ൽ വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. നമുക്കറിയാം, അത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥാനമൊഴിയിലായിരുന്നു. KPCC പ്രസിഡന്റായി കെ മുരളീധരൻ ആദ്യമായി എത്തുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയാണ് ആ സ്ഥാനത്തുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു പരാതിയും പറയാതെ അന്ന് ആ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് കൊല്ലം ശൂരനാടാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. 1931 മാർച്ച് 11-നാണ് അദ്ദേഹം ജനിക്കുന്നത്. കൊല്ലം ശൂരനാട് ആണ്. കോൺഗ്രസിൻ്റെ ഒരു വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായാണ് തെന്നല ബാലകൃഷ്ണപിള്ള തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ശൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം കൊല്ലം DCC പ്രസിഡന്റായി പ്രവർത്തിച്ചു. 1962 മുതൽ KPCCയുടെ അംഗമായി പ്രവർത്തിച്ചു. 1977-ലും 82-ലും അടൂരിൽ നിന്ന് MLA ആയി. 1967, 80, 87 വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പിന്നീട് അടൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു. പക്ഷേ അന്ന് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സഹകരണ മേഖലയിലെ ഒരു പ്രധാന നേതാവായാണ് അദ്ദേഹം വളർന്ന് വന്നത് എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായും സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെയും പ്രസിഡന്റായും അദ്ദേഹം സ്ഥാനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു താഴെ തട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതമായ പദവിയായ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ ഉയർന്ന ഒരു വ്യക്തിത്വമാണ് തെന്നല ബാലകൃഷ്ണപിള്ള. ഏതായാലും ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ലളിത മുഖം എന്ന് തന്നെ പറയാൻ പറ്റും. സൗമ്യനായ ഒരു നേതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. അത്രയും ലാളിത്യമുള്ള സൗമ്യതയാർന്ന ഒരു സമീപനമാണ് എക്കാലത്തും അദ്ദേഹം
സ്വീകരിച്ചിരുന്നത്. 1998 വയലാർ രവി സ്ഥാനമൊഴിഞ്ഞ ഒടുവിൽ അദ്ദേഹം ആദ്യമായി KPCCയുടെ പ്രസിഡന്റ് ആകുന്നത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അന്ന് വലിയ വിജയം അവിടെ നേടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചില മാറിമറിഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഈ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിന് പകരമാണ് കെ മുരളീധരൻ KPCCയുടെ അധ്യക്ഷനായി വരുന്നത്. പിന്നീട് കെ മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുപോയി. ആ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ മുരളീധരൻ മന്ത്രിസഭയിലേക്ക് പോയി. അവിടെ മന്ത്രിയായതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹം പ്രസിഡന്റായി KPCCയുടെ പ്രസിഡന്റായി തെന്നല ബാലകൃഷ്ണപിള്ള 2004 തിരികെ എത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് 2005 വരെ KPCC പ്രസിഡന്റായി രമേശ് ചെന്നിത്തല വരുന്നതുവരെ 2005 വരെ അദ്ദേഹം ഒരു വർഷക്കാലം 2004-2005 വർഷം KPCC പ്രസിഡന്റായി തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. 2 തവണ അദ്ദേഹം അടൂരിൻ്റെ നിയമസഭാ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലം ശൂരനാട് സ്വദേശിയാണ് അദ്ദേഹം. അങ്ങനെ കുന്നത്തൂർ താലൂക്കിലെ ശൂരനാടാണ് അദ്ദേഹം ജനിച്ചത്. തെന്നല N ഗോവിന്ദപിള്ളയുടെയും ഈശ്വരി അമ്മയുടെയും മകനായി 1931 മാർച്ച് 11 തെന്നല ബാലകൃഷ്ണപിള്ളയുടെ. ശരി ആന്റണി, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂര്യ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? മരണം സംഭവിച്ചത് എപ്പോഴാണ്? എന്താണ് ഇനി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനമാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കർത്തു, അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. വാർദ്ധക്യ സഹജമായ രോഗത്താലായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയ്ക്കിടയിലാണ് അന്ത്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ പാലോട് രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പൊതുദർശനമൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ് ഇത് സംബന്ധിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലൊക്കെയാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളാണ്. അതുകൊണ്ട് തന്നെ പൊതുദർശനമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനിയും ഒരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്നാണ് തെന്നല ബാലകൃഷ്ണൻ മരിക്കുന്നത്. എന്തായാലും വലിയൊരു നഷ്ടം കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും സൗമ്യമായിട്ടുള്ള മുഖം, അതായത് തെന്നല കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ പോര് തുടങ്ങിയത് അത് ഈ ഗ്രൂപ്പുകൾ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസിലെ പോരുകൾ നമ്മൾ കാണുന്നതാണ്. ആ പോരിനിടയിലൊക്കെ തന്നെ തന്റെ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന ഒരു വ്യക്തി കൂടിയാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അതായത് ഈ വഴക്കും അതുപോലെ തന്നെ പരിഭവവും ഒക്കെ പറയുന്ന നേതാക്കൾക്കിടയിൽ കോൺഗ്രസിന്റെ ഒരു സൗമ്യനായിട്ടുള്ള ഒരു മുഖമായിരുന്നു തെന്നല ബാലകൃഷ്ണൻ. അടൂരിൽ നിന്ന് 2 തവണ നിയമസഭ അംഗമായ വ്യക്തിയാണ്. 3 തവണയാണ് രാജ്യസഭ അംഗം ആയിട്ട് ഇരുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ കരുണാകരന്റെയും ആന്റണിയുടെയും ഒക്കെ തന്നെ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ 80-90 കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതായത് തെന്നല ബാലകൃഷ്ണപിള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ള ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതം തെന്നല ബാലകൃഷ്ണപിള്ള തുടങ്ങുന്നത്. പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ചു. അങ്ങനെ ഏറ്റവും താഴെത്തട്ട് മുതൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വരെ ഉയർന്നു വന്ന ഒരു നേതാവാണ് തെന്നല ബാലകൃഷ്ണപിള്ള. അത് ആ കോൺഗ്രസിന്റെ തന്നെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കി അതിനൊപ്പം നിന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ, തന്റെ നല്ല കാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. അത് കർക്കശങ്ങളില്ലാതെ, വലിയ പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ എല്ലാ കാലത്തും പാർട്ടിയെ ചേർത്ത് നിർത്തിയിരുന്ന, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം തെന്നല ബാലകൃഷ്ണപിള്ളയെ അത്തരത്തിൽ
അദ്ദേഹത്തോടൊരു താല്പര്യമില്ലാത്ത നേതാക്കൾ എന്ന ഒരു ലിസ്റ്റ് നമുക്ക് കോൺഗ്രസിന് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് മുന്നണികളെ സംബന്ധിച്ചിടത്തായാലും അങ്ങനെ തന്നെയാണ് കാണാൻ ഇഷ്ടം. എപ്പോഴും സൗമ്യനായിട്ടുള്ള ഒരു മുഖത്തോടു കൂടി തെന്നല ബാലകൃഷ്ണപിള്ളയെ കാണാൻ തന്നെയായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1962 മുതലാണ് KPCC അംഗമായിട്ട് തെന്നല ബാലകൃഷ്ണപിള്ള പ്രവർത്തിക്കുന്നത്. പിന്നീട് 77-ലും 82-ലും അടൂരിൽ നിന്ന് നിയമസഭാ അംഗമായി. 67, 80, 87 വർഷങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് തെന്നല മത്സരിച്ചത്. പക്ഷേ മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് സഹകരണ മേഖലയിലെ പ്രധാന നേതാവായിട്ട് ഉയർന്നു വരികയും കൊല്ലത്ത് തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളൻ. തെന്നല കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായും പിന്നീട് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. പിന്നീട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന നേതാവിന്റെ പ്രവർത്തനങ്ങൾ അത് കോൺഗ്രസിന് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് പറയണം. 98-ൽ വയലാർ രവി സ്ഥാനം ഒഴിഞ്ഞതോടുകൂടിയാണ് പകരക്കാരനായിട്ട് തെന്നല ആദ്യമായിട്ട് KPCC പ്രസിഡന്റ് ആകുന്നത്. ഈ 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആണ് UDF വലിയ വിജയം നേടിയത് എന്നുള്ളതാണ്. UDFന്റെ വിജയത്തിനൊക്കെ തന്നെ ഒരു കരം നൽകി അല്ലെങ്കിൽ ശക്തി പകർന്ന വ്യക്തി കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിനു ശേഷം 2001-ൽ K മുരളീധരന് വേണ്ടി അദ്ദേഹം അധ്യക്ഷ പദവി ഒഴിഞ്ഞ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നതാണ് ഈ പദവികൾക്ക് വേണ്ടിയുള്ള ചില കടുംപിടുത്തങ്ങളൊക്കെ തന്നെ നേതാക്കൾ നടത്താറുണ്ട്. എല്ലായ്പ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ചില പോര് നടക്കാറുണ്ട് എന്നുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നായിട്ട് ഉയരുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് തെന്നല ബാലകൃഷ്ണൻ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പദവികൾക്ക് വേണ്ടിയുള്ള ഒരു കടുംപിടുത്തം ഇല്ലാതിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണൻ എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തി പിന്നീട് അത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ അധ്യക്ഷ പദവി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് നമ്മൾ 2001-ൽ കണ്ടിട്ടുണ്ടായിരുന്നത്. K മുരളീധരന് വേണ്ടിയാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നത്. 2004-ലാണെങ്കിൽ K മുരളീധരൻ AK ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായതിനെ തുടർന്ന് താൽക്കാലികമായിട്ട് പ്രസിഡന്റായിരുന്ന PP തങ്കച്ചന് പകരക്കാരനായിട്ട് വീണ്ടും KPCCയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ള. അത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് പുതിയ പ്രസിഡന്റായി നിയമിച്ച 2005 വരെ അദ്ദേഹം വീണ്ടും ആ KPCC അധ്യക്ഷ സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി ഇറങ്ങിപ്പോരുന്നു. പിന്നീട് തനിക്ക് വീണ്ടും അത്തരത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കണമെന്നുള്ള പാർട്ടിയുടെ ആവശ്യപ്രകാരം വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിലൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് പലരുടെയും ഭാഗത്തു നിന്നൊന്നും കാണാത്ത തരത്തിലുള്ള സമീപനങ്ങൾ, അതായത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മരിച്ച ഒരു നേതാവാണ് എന്നുള്ളത് തെന്നല ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കുറെ നാളുകളായിട്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗം അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നു. 95 വയസ്സാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ രോഗം മുഷിച്ചതിനെ തുടർന്ന് അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അത് എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തിരക്കുകൾ മാറ്റിവെച്ച നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്ന സമയമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും പൊതുദർശനം ഉൾപ്പെടെയുള്ളവയിൽ ഒരു തീരുമാനം എടുക്കുക. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് തെന്നല ബാലകൃഷ്ണപിള്ള അല്പസമയം മുമ്പ് അന്തരിച്ചത്. സൂര്യ, അതുപോലെ തന്നെ 2 വട്ടം നിയമസഭാ അംഗമായി 3 വട്ടം രാജ്യസഭാ അംഗമായും ചുമതലയിരുന്ന അദ്ദേഹം അഴിമതിയുടെ ഒരു കറ പോലും പുരളാത്ത ഒരു നേതാവായിരുന്നു എന്ന തരത്തിലുള്ള ഖ്യാതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അഴിമതിയുടെ ഏതെങ്കിലുമൊക്കെ വക്കിലൂടെ കടന്നു പോകാത്ത നേതാക്കൾ ഇന്നത്തെ കാലത്തല്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് അധികം കാണാറില്ല. ഏതെങ്കിലുമൊക്കെ ഉള്ള കേസുകളിലോ അല്ലെങ്കിൽ വിമർശനങ്ങളിലോ വിവാദങ്ങളിലോ ഒക്കെ സാധാരണഗതിയിൽ എല്ലാ നേതാക്കളും പെടാറുണ്ട്. പക്ഷേ
തെന്നല ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അത്തരത്തിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു ജോലിയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടം സ്വന്തമാക്കിയേക്കാം എന്നുള്ള യാതൊരുവിധ വിചാരവും ഇല്ലാത്ത ഒരു നേതാവായിരുന്നു. തികച്ചും സാമൂഹിക സേവനം മാത്രമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി എത്തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ തനിക്ക് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന പദവി തന്നെയാണ് തെന്നല ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വിമർശനങ്ങളുടെ പട്ടികയിൽ പോലും വരാത്തൊരു പേരായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ളയുടേത് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമാണ് ആ പേരിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ പദവികളിലൊന്നും തന്നെ ഒരു മോഹമില്ലാത്ത, പദവികളിൽ ഇരുന്നു കൊണ്ട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത, ആർക്കു വേണ്ടിയും തന്റെ പദവി ഒഴിഞ്ഞു കൊടുക്കാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന, എന്നാൽ എന്താണോ തനിക്കുള്ള പദവി അതിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ചെയ്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന